ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക. ഓക്കെ, ഇത് ഇൻസ്റ്റാഗ്രാം റീലിൽ 2-3 തവണയായിട്ട് കണ്ടിരുന്നു. ഏതാണ് മൂവി എന്നറിഞ്ഞില്ല. അവസാനം ഈ മൂവി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മൂവി. 2025 ഒരു ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ കീപ്പർ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരൊറ്റ സീനിൽ തന്നെ ഇനി എന്താണ് ഈ മൂവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഈ റീൽ കാണുമ്പോഴത്തേക്ക് എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ മൂവി കണ്ടു തീരുമ്പോഴും. സത്യം പറയാലോ, ഈ മൂവി തുടങ്ങിക്കഴിഞ്ഞിട്ട് അടുത്തുള്ള ഓരോ സീനിലും ഇതെന്താ സംഭവിക്കുന്നതെന്നുള്ള ആ ഒരു ചിന്തയിലായിരിക്കും. ക്ലൈമാക്സിൽ കൊണ്ടുവന്നിട്ട് ഒരു 1.5 ട്വിസ്റ്റ് തന്നിട്ടായിരിക്കും ഈ മൂവി അവസാനിപ്പിക്കുന്നത്. അതും നമ്മൾ ഇതുവരെയും കണ്ടില്ലാത്ത ഹൊറർ മൂവീസിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഹൊറർ മൂവി. അതുകൊണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഹൊറർ മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും, പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ചെയ്തേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു പാർട്ടി നടക്കുന്ന സ്ഥലമാണ്. അതിനുള്ളിൽ ഒരു ലേഡിയുണ്ട്. അവരെ മാത്രം ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ട് ഇപ്പോൾ ആ ലേഡി വേറെ ആരെയോ കാണുന്നത് പോലെ കണ്ട ഉടനെ തന്നെ ആ ഒരാളെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലാവുന്നു. അത് നല്ലതുപോലെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവർ തമ്മിൽ നല്ല വഴക്കമാവുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് കാണിക്കുന്നത് ഈ സ്ത്രീയെ പോലെ തന്നെ മറ്റൊരുപാട് സ്ത്രീകളും ആരോ ഒരാളോടൊപ്പം നല്ല റിലേഷൻഷിപ്പിലാവുന്നുണ്ട്. ആദ്യം കുറച്ചു കാലം നല്ല സന്തോഷത്തോടെ പോയിട്ട് അത് കഴിഞ്ഞ് ഇവർ ബ്രേക്കപ്പ് ആവുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് വഴക്ക് കൊണ്ട് എത്തിക്കുന്നുണ്ട്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ എല്ലാ സ്ത്രീകളും അവസാനം കൊടൂരമായിട്ടുള്ള അവസ്ഥയിൽ മരണപ്പെട്ടു പോകുന്നതുവരെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനെല്ലാം കാരണം എന്താണ് എന്നെല്ലാം നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും മനസ്സിലാക്കാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും കാടിനുള്ളിലൂടെ ഒരു കാറ് നല്ല വേഗതയിൽ പോകുന്നു. അതിലാണ് നമ്മുടെ ഈ കഥയിലെ നായികയായിട്ടുള്ള ലിസ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് മാൽക്കം. അപ്പോൾ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് കൈയെല്ലാം പിടിച്ചിട്ടാണ് പോകുന്നത്. ഇതിലെ ലിസ് ആണെങ്കിലോ എന്തോ ഒരു കാര്യം ആലോചിച്ച് വരുമ്പോൾ മാൽക്കം ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ മറുപടിയൊന്നും പറയുന്നില്ല. പെട്ടെന്നാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ലിസ് മാൽക്കമിനോടൊപ്പം പോകുന്നതിന് മുന്നേ വീട്ടിലിരിക്കുമ്പോൾ മാൽക്കമിനോടൊപ്പം പോകുന്ന ആ ഒരു കാര്യം ലിസിന്റെ ഒരു സുഹൃത്തിനോട് അവൾ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സുഹൃത്ത് ചോദിക്കും, അല്ല നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ മാൽക്കമിനെ കാടിനുള്ളിൽ ഏതോ ഒരു ക്യാബിനുണ്ട്, അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആ ഒരു ഫ്രണ്ട് ചോദിക്കും, ഓക്കെ അതൊക്കെ പോട്ടെ, നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടോ ചോദിക്കുമ്പോൾ മാൽക്കമിന് ഇപ്പോൾ അതിനോടൊന്നും താല്പര്യമില്ല. എന്താണെന്ന് ഞാൻ അവിടെ ചോദിക്കാം. അപ്പോൾ ആ ഒരു ഫ്രണ്ട് ചോദിക്കും, ശരി, നീ അവിടേക്ക് പോകുന്നതിന് മുന്നേ മാൽക്കമിനെ പറ്റി നല്ലതുപോലെ മനസ്സിലാക്കണം. അവന് വേറെ ഫാമിലി, കുട്ടികൾ ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ പറയുമ്പോൾ ഏയ് മാൽക്കം ഒരിക്കലും അങ്ങനെയുള്ള ആളല്ല, അവനെ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഈ ഒരു ഫ്ലാഷ് ബാക്ക് ഇപ്പോൾ കാണുന്നതും. അത് കഴിഞ്ഞിട്ട് ഇവർ അവസാനം ആ ഒരു കാർ കൊണ്ട് നിർത്തുന്നത് കാടിന് നടുവിലുള്ള ആ ഒരു വലിയ ക്യാബിനുണ്ടല്ലോ അതിന് മുന്നിലേക്കാണ്. വെളിയിൽ നിന്ന് കാണുമ്പോൾ തന്നെ അത്രയും വലിയൊരു ക്യാബിൻ. അപ്പോൾ ഇവിടെ താമസിക്കാൻ പോകുന്നതോ ഇവർ രണ്ടുപേരും മാത്രം. അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് കയറുമ്പോൾ ഈ ഒരു ക്യാബിൻ എന്തായാലും ലിസിന് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവൾ നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് മുകളിൽ നിന്നും എന്തോ ചുരണ്ടുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നു. അത് ലിസ് നോട്ട് ചെയ്യും. ആ സമയത്ത് മാൽക്കം വന്നിട്ട്, ഹേ ലിസ്, നീ വരച്ച പെയിന്റിങ് നമുക്കിത് ചുമരിൽ വെക്കണ്ടേ, പെട്ടെന്ന് വാന്ന് പറഞ്ഞ് അവളെ വിളിച്ച് പോകുമ്പോഴത്തേക്കും അവളൊരു ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഈ ഒരു പെയിന്റിങ് തൂക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ലിസ് നോക്കുമ്പോൾ ഈ ഒരു ക്യാബിന് വെളിയിലായിട്ട് ആരോ ഒരാൾ ഒരു ബോക്സ് കൊണ്ട് വെച്ചേക്കുന്നു. അങ്ങനെ അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതൊരു കേക്കാണ്. അപ്പോൾ ലിസ് ചോദിക്കും, അല്ല ഈ കേക്ക് ആരെ ഇവിടെ കൊണ്ട് വെച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിവിടുത്തെ കെയർ ടേക്കർ ആയിരിക്കും. അവരെപ്പോഴും ഇവിടെ വന്നാലും ഇതുപോലെ കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നതാണ്. പക്ഷേ ലിസിനത് കണ്ടിട്ട് എന്തോ നല്ലതുപോലെ തോന്നില്ല. കാരണം ആ ഒരു കേക്കിന്റെ മുകളിലായിട്ട് ഈ രക്തക്കറ പറ്റിയതുപോലെ കാണുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു പെയിന്റിംഗ് എല്ലാം അവിടെ തൂക്കി ഇപ്പോൾ ലിസ് അവിടെയുള്ള ആ ഒരു കണ്ണാടി വഴി വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ ക്യാബിന് തൊട്ടടുത്തായിട്ട് തന്നെ മറ്റൊരു ക്യാബിനുണ്ട്. അതൊരു ചെറുതാണ്. അപ്പോൾ മാൽക്കമിനോട്, അല്ല ഇതാരുടെ ക്യാബിനാണെന്ന് ചോദിക്കുമ്പോൾ മാൽക്കം പറയും, ഏയ് അതെൻ്റെ കസിൻ ഡാരനാണ്, നമ്മൾ എന്തായാലും അവൻ ശല്യം ചെയ്യാൻ പോകുന്നില്ല, വലിയ കാര്യമൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് മാൽക്കം അവിടെ നിന്ന് പോകുന്നതും ലിസ് ഇപ്പോൾ അവിടെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു കണ്ണാടിയുടെ അടുത്തേക്ക് വന്ന് ശ്വാസം വിടുമ്പോൾ ആ ഒരു കാറ്റ് കണ്ണാടിയിൽ തട്ടിയിട്ട് ഇപ്പോൾ അവൾ അതിലൊരു ഹാർട്ട് വരച്ചു വയ്ക്കും. അങ്ങനെ അവിടെ നിന്നതിന് ശേഷം പിന്നെ അവൾ തിരിച്ചു പോകുമ്പോൾ അത് കഴിഞ്ഞ് ലിസ് നേരെ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് വന്ന് കിടക്കുകയാണ്. ആ സമയത്താണ് ആ ഒരു ഹമ്പ് ചെയ്യുന്നത് പോലെ ഒരു സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ ലിസ് പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട്, ഹേയ് മാൽക്കം, ഇത് നീയല്ലേ, എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുവാണെന്ന് വിചാരിച്ച് അവൾ അതുപോലെ വിളിക്കുമ്പോൾ അവിടെ നിന്ന് മറുപടിയൊന്നും വരുന്നില്ല. അപ്പോഴേക്കാണ് കുറച്ച് കഴിഞ്ഞിട്ട് മാൽക്കം, ഹേ ലിസ്, നീ എന്നെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും അത് മാൽക്കം അല്ല എന്ന് ലിസിന് മനസ്സിലായി. അങ്ങനെ ലിസ് വീണ്ടും ഈ ബാത്ടബിൽ കണ്ണടച്ച് കിടക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ ക്യാബിന് വെളിയിലായിട്ട് തന്നെ ഒരു ചെറിയ അരുവിയുണ്ട്. ഇപ്പോൾ അതിലൂടെ പോകുന്ന ആ ഒരു വെള്ളം അതേപോലെ തന്നെ ലിസിന് മുകളിലൂടെ പോകുന്നത് പോലെ ലിസ് ആ ഒരു വെള്ളത്തിൽ കിടക്കുന്നത് പോലെ
നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ ലിസിനൊന്നും മനസ്സിലാവുന്നില്ല. അതുമല്ല, അവൾ കിടക്കുന്നതിൻ്റെ ആ ഒരു കണ്ണാടിയുടെ വെളിയിൽ ആരുമില്ല. പക്ഷെ അവിടെ ആ ഒരു ശ്വാസം എടുക്കുന്നത് പോലെ അവിടെ ആ ഒരു ഫോഗ് ക്രിയേറ്റ് ആവുന്നു. അതേപോലെ ഒരു ഹാർട്ട് സിമ്പലും ആരും വരച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയാവുന്നതും രണ്ടുപേരും ഡിന്നറെല്ലാം കഴിയുന്നു. നല്ല ഹാപ്പി ആയിട്ട് തന്നെ കഴിച്ചത് കഴിഞ്ഞ് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കാന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കാണ് കോളിംഗ് ബെൽ ആരോ അടിക്കുന്നു. അതും കുറേ നേരമായിട്ട്. ഷടാ, ഇതാരാന്നും പറഞ്ഞ് ചെന്ന് ഡോർ തുറക്കുമ്പോൾ അത് മാൽക്കമിന്റെ കസിൻ ഡാരനാണ്. അതുമല്ല, ഡാരന്റെ ഗേൾ ഫ്രണ്ടും കൂടെയുണ്ട്. അപ്പോൾ ലിസിൻ അത് കാണുമ്പോൾ തന്നെ എന്തോ പോലെയായി. കാരണം ഇവര് രണ്ടുപേരും ഒരുമിച്ചിരിക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ സ്ഥലത്തേക്ക് വന്നത്. ഇപ്പോൾ ഡാരൻ വേറൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഇവർക്ക് അത്ര പ്രൈവസി ഉണ്ടാക്കത്തില്ല. അതുമല്ല, ഡാരൻ വന്ന ഉടനെ വെറുതെ ഇരിക്കുമെന്നാണോ ലിസിനോട് വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്തു പറ്റി, ഞങ്ങൾ വന്നത് നല്ല ദേഷ്യമുണ്ടോ? ദേഷ്യം ഉണ്ടെങ്കിലും അതെന്തായാലും സഹിച്ചോ. പിന്നെ ദേ, ഇതാണ് എൻ്റെ ഗേൾ ഫ്രണ്ട്. അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് അറിയത്തില്ല. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിട്ട് ഡാരൻ മാൽക്കമിനെ വിളിച്ച് മറ്റൊരു റൂമിലേക്ക് പോകുന്നു. എന്നിട്ട് അവരെ രണ്ടുപേരും എന്തോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു ഗേൾ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. അവളെ കാണുമ്പോൾ ലിസ് ചോദിക്കും, ഹേയ് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഗേൾ ഫ്രണ്ട് ലിസിനോട് പറയുന്ന ഒരേ ഒരു കാര്യം ആ കേക്ക് വളരെ മോശമാണെന്ന് മാത്രമാണ്. ഇതാ ഒരു കെയർ ടേക്കർ വെളിയിൽ വെച്ചിട്ട് പോയി ആ ഒരു കേക്കിനെ നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോഴും തന്നെ ഡാരനും മാൽക്കമും വെളിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഡാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവനും അവൻ്റെ ഗേൾ ഫ്രണ്ടിനും ഈ ക്യാമ്പിൽ ഒരു റൂം വേണമെന്നാണ്. എന്നിട്ട് അവർ റൂമിലേക്ക് പോകുന്നതും നമ്മുടെ ലിസിന് എന്തോ പോലെയായി. ദേ, നമ്മുടെ ഈ ഒരു ദിവസം നല്ലതുപോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നിന്റെ കസിൻ വന്നതോടുകൂടി അതെല്ലാം നശിച്ചു എന്ന് പറയുമ്പോൾ മാൽക്കം പറയും, ഹേയ് വിട്, അവൻ്റെ ആ ഒരു ക്യാബിൻ ചെറുതായതുകൊണ്ടായിരിക്കാം അവർ രണ്ടുപേരും ഇവിടേക്ക് വന്നത്. ദേ, ഇപ്പോൾ അവർ പോവുകയും ചെയ്തു. ഇനി കുഴപ്പമില്ല, വെറുതെ വിട് എന്ന് പറഞ്ഞ് മാൽക്കം എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു കെയർ ടേക്കർ കൊണ്ടുവന്ന കേക്ക് ഉണ്ടല്ലോ, അതിലൊരു പീസ് മാത്രം കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് അത് നമ്മുടെ ലിസിന് കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവനൊരിക്കലും ഈ ഒരു കേക്കൊന്നും അങ്ങനെ കഴിക്കാറില്ല. കാരണം അവന് ചോക്ലേറ്റ് അത്ര ശരിയാവത്തില്ല. എന്നിട്ട് ലിസിനോട് കഴിക്കാൻ പറയുമ്പോൾ ലിസിൻ ഇപ്പോൾ മനസ്സിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡാരൻ്റെ ആ ഒരു ഗേൾ ഫ്രണ്ട് പറഞ്ഞിരുന്നല്ലോ ഈ കേക്ക് വളരെ മോശമാണെന്ന്. അത് മാത്രമാണ് അവൾ ആലോചിക്കുന്നത്. പിന്നെ മാൽക്കം പറഞ്ഞതുകൊണ്ട് ഇനി കഴിക്കാതിരിക്കാനും കഴിയത്തില്ല. അതുകൊണ്ട് അവൾ ആ ഒരു കേക്ക് പീസ് മുഴുവനായിട്ട് കഴിച്ച് തീർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗേൾ ഫ്രണ്ട് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കേക്ക് അത്ര നല്ല കേക്കല്ല, കുറച്ച് മോശമാണ്, വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ടിപ്പോൾ ലിസ് കിടന്ന് ഉറങ്ങാണ്. അങ്ങനെ ഉറങ്ങുമ്പോഴാണ് അവളൊരു സ്വപ്നം കാണുന്നത്. അതിലെന്താണെന്ന് വെച്ചാൽ വെള്ളം താഴേക്ക് വീഴുന്നത് പോലെയും അതേപോലെ തന്നെ ആ ഒരു വെള്ളത്തിനുള്ളിൽ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീ നിൽക്കുന്നത് പോലെ. കൂടാതെ ലിസിനെ പോലെ തന്നെ ഒരു സ്ത്രീ കിടക്കുമ്പോഴത്തേക്കും അവരുടെ തലയിൽ ആരോ ഒരാൾ തോക്ക് കൊണ്ടുവയ്ക്കുന്നു. പെട്ടെന്ന് പേടിച്ചിട്ട് നമ്മുടെ ലിസ് കണ്ണുറക്കാണ്. എന്നിട്ട് ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴത്തേക്കാണ് ആ ഒരു ക്യാബിനിൽ ലൈറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അവളുടെ മൊബൈലിലെ ടോർച്ച് ഓൺ ആക്കി അത് വെച്ച് നടന്നു പോകുന്നതും ആഹാ കാണിക്കുമ്പോൾ അവളുടെ പിറകിലായിട്ട് ഒരു രൂപം. പക്ഷേ ലിസ് അതൊരിക്കലും കാണുന്നില്ല. അങ്ങനെ ലിസ് അവിടെ നിന്ന് നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു കേക്ക് ഉണ്ടല്ലോ അതവിടെ ഇരിക്കുന്നുണ്ട്. കൂടാതെ അതിൻ്റെ ഒരു പീസ് മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ആ കേക്കിനടുത്തേക്ക് ചെന്ന് ആ ഒരു കേക്ക് ഇങ്ങനെ ഇളക്കി നോക്കുന്നതും ആ കേക്കിനുള്ളിൽ എന്താണെന്നറിയോ, മനുഷ്യന്റെ മാംസം. ഇത് കാണുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, ലിസ് അത് വിട്ട് പേടിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. ആ കേക്കിന്റെ പീസ് അവൾ അങ്ങനെ എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങുന്നു. അതും ആ ഒരു കേക്ക് പോലും ബാക്കി വെക്കാതെ മൊത്തമായിട്ടും അത് അവിടെ നിന്ന് കഴിച്ചു തീർക്കുന്നുണ്ട്. അതും വളരെ വിചിത്രമായിട്ട് അത് കഴിച്ചു തീർക്കുന്നതും ഒരുപാട് സ്ത്രീകൾ വേദനയിൽ കരയുന്നത് പോലെയല്ല ഒരു കാര്യം അവൾക്ക് തോന്നുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അവൾ കഴിക്കുന്ന ആ ഒരു മാംസങ്ങളുണ്ടല്ലോ ഈ കരയുന്ന സ്ത്രീകളുടേതാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഡാരൻ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഗേൾ ഫ്രണ്ട് ഇപ്പോൾ ഡേറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അവൾ തിരിച്ചു പോകാനായിട്ട് ഒരു ക്യാബും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു കാടിനകത്ത് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. കാടായതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവും. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അവൾക്കും ഏതോ ഒരു പെണ്ണ് ഹമ്പ് ചെയ്യുന്നത് പോലെ ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഈ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും ആ ഒരു ഗേൾ ഫ്രണ്ട് നല്ല ദൂരെ തന്നെ പേടിക്കും. എന്നിട്ട് അടുത്തുള്ളൊരു മരത്തിന് ചുവട്ടിലേക്ക് പോയിരിക്കും. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ആ മരത്തിന് മുകളിൽ നിന്നും എന്തോ ഒരു ജീവി താഴേക്ക് വന്നിട്ട് ആ പെണ്ണിനെ വലിച്ചെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അതോടെ ആ ഒരു പെണ്ണിന്റെ കാര്യം അവിടെ വെച്ച് അവസാനിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്യാബിനിൽ കാണിക്കുമ്പോൾ മാൽക്കം ബെഡിൽ നിന്ന് കണ്ണുറക്കുമ്പോഴത്തേക്കും ലിസിനെ അടുത്ത് കാണുന്നില്ല. കാരണം അവൾ രാത്രിയിൽ തന്നെ എഴുന്നേറ്റ് പോയിരുന്നല്ലോ. ഇപ്പോൾ ലിസിനെ അന്വേഷിച്ച് മാൽക്കം വെളിയിലേക്ക് വന്നിട്ട് ഹേ ലിസ്, നീ അവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ രാത്രി മുതൽ തന്നെ എന്തോ ഒരു വിചിത്രമായിട്ട് ലിസ് പെരുമാറുന്നു. അവളിപ്പോൾ ടേബിളിൽ കിടന്നുകൊണ്ട് കൈ വെച്ചിട്ട് അടുത്തുള്ള പേപ്പറിൽ എന്തൊക്കെയോ കുത്തി വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ലിസ് എന്തെങ്കിലും ഡ്രോയിങ് ചെയ്യുമായിരിക്കും. അതുകൊണ്ട് അവിടെ എന്തായാലും ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞ് അവൻ നേരെ കിച്ചണിലേക്ക് ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാണ്. ആ സമയത്ത് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി കൊണ്ടുവന്ന ആ ഒരു കേക്ക് മുഴുവനായിട്ട് കഴിച്ചു തീർത്തിരിക്കുന്നു. അതിൻ്റെ ആ ഒരു ബോക്സ് വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ തന്നെ ലിസിനെ നോക്കിയിട്ട് ഹേ ലിസ്, നീ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ലിസ് ഒരു വല്ലാത്ത രീതിയിൽ അവനെ തന്നെ നോക്കുന്നുണ്ട്. മറുപടിയൊന്നും പറയുന്നില്ല. അപ്പോഴേക്കും മാൽക്കം പറയും, ലിസ് എനിക്കൊരു കാര്യം പറയണം. എൻ്റെ ഒരു പേഷ്യൻ്റ് എന്നെ കാണാൻ വേണ്ടി ഇവിടേക്ക് വരുന്നുണ്ട്. അവർ ഓക്കെ ആണോ ഇല്ലേ എന്നൊന്ന് കൺഫേം ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോഴും ലിസ് അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. മറുപടിയൊന്നും പറയുന്നില്ല.
അപ്പോഴാണ് നമ്മുടെ ലിസ് എന്താണ് ഇത്രയും നേരം വരച്ചുകൊണ്ടിരുന്നത് നോക്കുമ്പോൾ ഇന്നലെ രാത്രി ഈ കേക്ക് കഴിക്കുമ്പോൾ അവൾക്ക് തോന്നിയ ആ ഒരു പെണ്ണുങ്ങൾ കരയുന്ന ശബ്ദവും അവരുടെ രൂപമൊക്കെ ഉണ്ടല്ലോ, അതാണ് ആ പേപ്പറിൽ വരച്ചു വെച്ചേക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇപ്പോൾ വെളിയിലേക്ക് നടക്കാൻ പോവാണ്. ഇതുവരെ നമ്മുടെ ലിസ് മാൽക്കമിനോട് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും ഈ കാടിനുള്ളിലൂടെ ഒരു പുഴ പോകുന്നുണ്ട്. ഇപ്പൊ അവിടേക്ക് നമ്മുടെ ലിസ് വന്നിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് തന്നെ കുറെ നേരം നോക്കി നിൽക്കുന്നു. അപ്പോൾ മാൽക്കം പുറകിൽ നിന്നിട്ട് ഇവൾക്ക് എന്താ പറ്റിയേ എന്നുള്ള രീതിയിൽ അവിടെ തന്നെ നിന്ന് നോക്കുകയാണ്. ഇപ്പോൾ ലിസിനെ കാണിക്കുമ്പോഴത്തേക്കാണ് ലിസിന് എന്തൊക്കെയോ കാര്യങ്ങൾ തോന്നുന്നുണ്ട്. രണ്ട് കുട്ടികൾ ഈ ഒരു കാടിനുള്ളിൽ നിൽക്കുന്നത് പോലെയും അവർ രണ്ടുപേരും ഇപ്പോൾ വേറൊരു സ്ത്രീയെ നോക്കുന്നു. എന്താന്ന് വെച്ചാൽ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീ, അവരാണെങ്കിലോ ഈ ഒരു അരുവിയിലെടുത്ത് നിന്ന് ഡാൻസ് കളിക്കുന്നത് പോലെ. അങ്ങനെ ഈ കാര്യം കാണുന്നതും നമ്മുടെ ലിസ് ഇപ്പോൾ വല്ലാണ്ടായിട്ട് ഈ വെള്ളത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അതിനടിയിൽ ഒരു നെക്ലസ് കിടക്കുന്നുണ്ട്. അങ്ങനെ ലിസ് എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു നെക്ലസ് എടുത്ത് തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു സ്ത്രീയുടെ ഫോട്ടോ ഉണ്ട്. അങ്ങനെ അതും എടുത്ത് ലിസ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ്. അതുമല്ല ആ ഒരു നെക്ലസ് ആണെങ്കിലോ ലിസ് കഴുത്തിലിട്ടേക്കാണ്. അതും പിടിച്ചിങ്ങനെ കിടക്കുമ്പോഴത്തേക്കും മാൽക്കം അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഹേ ലിസ്, എനിക്കൊരു കാര്യം പറയണം. ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻ്റ് ഇങ്ങോട്ട് വരാൻ കഴിയത്തില്ല, എന്ന് കുറച്ച് സീരിയസ് ആണ്. അതുകൊണ്ട് എനിക്ക് അവിടേക്ക് പോയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ലേറ്റ് ആവും. അതുവരെ നീ ഒന്ന് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ലിസിന് ദേഷ്യം വരുമെന്ന് വിചാരിച്ചിട്ടാണ് അവൻ അങ്ങനെ ചോദിക്കുന്നത്. ലിസ് പറയും, ഏയ് എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ഇവിടെ ഇരിക്കാൻ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് പതിയെ വന്നാൽ മതി എന്നും പറഞ്ഞിട്ട് മാൽക്കമനെ പറഞ്ഞു വിടുന്നതും ലിസ് പിടിച്ചുകൊണ്ടിരുന്ന ആ ഒരു നെക്ലസ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് പിടിവിടുമ്പോൾ അടുത്ത സീനിൽ തന്നെ കാണിക്കുന്നത് ആ ഒരു വെള്ളത്തിൽ വീഴുന്നത് പോലെയാണ്. അതും കൂടാതെ ലിസിന്റെ ഉള്ളിൽ തന്നെ എന്തോ ഒന്ന് പോയതുപോലെയും അവൾക്ക് ഫീൽ ആവുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ക്യാബിൽ ഇപ്പോൾ ലിസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബോറടിക്കുന്നെന്ന് പറഞ്ഞ് അവളുടെ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്. കൂടാതെ തന്റെ ബൈനോക്കുലർ എടുത്തു വെച്ച് അടുത്തുള്ള ഡാരന്റെ ആ ഒരു ക്യാബിനുണ്ടല്ലോ അവിടേക്ക് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ആ ക്യാബിന് മുകളിലേക്ക് എന്തോ ഒന്ന് കയറുന്നത് പോലെ. അപ്പോഴേക്കും ഫോണിലൂടെ ആ ഒരു ഫ്രണ്ട്, ഹേ ലിസ്, ആ ഒരു ക്യാബിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ലിസ് പറയും, ഞാൻ എന്തു പറയാനാണ്, ബാത്റൂം ഒഴിച്ച് ബാക്കിയെല്ലാം കണ്ണാടി കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. വെളിയിൽ നിന്ന് ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നെല്ലാം മനസ്സിലാവും. പ്രൈവസി എന്ന് പറഞ്ഞൊരു സംഭവമില്ലാന്ന് പറയുമ്പോൾ ആ ഫ്രണ്ട് ചോദിക്കും, ഇല്ല മാൽക്കമ്മയുടെ അവനൊരു ജോലിയുടെ ആവശ്യമായിട്ട് സിറ്റിയിലേക്ക് പോയെന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട് പെട്ടെന്ന്, ലിസ്, ഞാൻ പറയുന്നത് കൊണ്ട് നിനക്ക് വിഷമമൊന്നും തോന്നരുത്. ഞാൻ വിചാരിക്കുന്നത് മാൽക്കം ജോലിയുടെ ആവശ്യത്തിനായിട്ടല്ല സിറ്റിയിലേക്ക് പോയിട്ടുള്ളത്. അവന് രണ്ടാമതൊരു ഭാര്യ ഉണ്ടാവും. അവൾ വിളിച്ചതുകൊണ്ടാണ് നിന്നെ അവൻ രണ്ടാമത്തെ ഒരു ഓപ്ഷനായിട്ട് മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ലിസിന് ദേഷ്യം വന്നിട്ട് ആ ഒരു ഫോൺ കോൾ കട്ട് ചെയ്ത് വിടുന്നു. അത് കഴിഞ്ഞ് ആ ഒരു ബൈനോക്കുലർ വെച്ചിട്ട് വീണ്ടും അടുത്തുള്ള ആ ഒരു ക്യാബിലേക്ക് തന്നെ നോക്കാണ്. അങ്ങനെ ആ ഒരു ക്യാബിന്റെ ചുറ്റിനും നോക്കുമ്പോഴത്തേക്കാണ് താഴെ ഈ വേസ്റ്റ് എല്ലാം കൂട്ടിയിട്ടേക്കുന്നു. അവിടെ നോക്കുമ്പോഴത്തേക്കാണ് ആഹാ, അതിന്റെ ഒരു കവറിൽ ഡാരന്റെ ആ ഒരു ഗേൾഫ്രണ്ട് ഉണ്ടല്ലോ അവളുടെ തല വെട്ടി വെച്ചേക്കുന്നു. കൂടാതെ ആ ഒരു പെണ്ണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ലിസിനെ നോക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ചിട്ട് ലിസ് വീണ്ടും അവിടേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ അങ്ങനെ ഒരു തല പോലും ഇല്ല. അങ്ങനെ ലിസ് ആ ഒരു കണ്ണാടിയുടെ അടുത്ത് നിന്ന് മാറിപ്പോകുന്നതും ഇപ്പൊ ആ കണ്ണാടിയിൽ എന്തോ ഒരു രൂപ അനങ്ങുന്നത് പോലെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ലിസ് ഇപ്പോൾ ക്ഷീണം കാരണം കിടന്ന് ഉറങ്ങുന്നതും അവൾ വീണ്ടും ഒരു സ്വപ്നം കാണുകയാണ്. ഒരു ചെറിയ വെള്ളച്ചാട്ടം, അവിടെയാണെങ്കിൽ വെള്ളത്തിലിടക്കുന്ന ഒരു മീൻ ഇപ്പോൾ ഒരു കല്ലിന് മുകളിൽ ജീവന് വേണ്ടി കിടന്ന് പിടയ്ക്കുന്നു. ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് അവൾ പെട്ടെന്ന് കണ്ണു തുറന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കാണ് അവളൊരു കാര്യം നോട്ട് ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഇത്രയും നേരം അവള് ഡ്രസ്സ് കറക്റ്റായിട്ടാണ് ഇട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഡ്രസ്സ് തല തിരിച്ചിട്ടേക്കുന്നു. കാരണം ബട്ടൺസ് ഇപ്പോൾ പുറകിലാണ് ഇട്ടേക്കുന്നത്. ഇതെങ്ങനെയെന്ന് മനസ്സിലാവാതെ അവള് നേരെ ചെന്ന് വെള്ളം കുടിച്ചിട്ട് പെട്ടെന്ന് തിരിയുന്നതും അങ്ങ് പേടിച്ചു പോകും. എന്താന്ന് വെച്ചാല് ഡാരന്റെ ആ ഒരു ഗേൾ ഫ്രണ്ട് വീടിനകത്തിരിക്കുന്നു. അപ്പോൾ ലിസ് പെട്ടെന്ന്, ഹേയ്, നീ എങ്ങനെ ഉള്ളിൽ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, ഞാൻ എപ്പോഴും ഉള്ളിലാണ് ഉള്ളത്. ഇപ്പോൾ ലിസിനൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഗേൾ ഫ്രണ്ടിന്റെ പുറകിലായിട്ട് തന്നെ അവളെ പോലെ മറ്റൊരു ചെറിയ ഗേൾ ഫ്രണ്ട്. ഇത് കണ്ട് പേടിച്ചിട്ട് ലിസിനാണെങ്കിലും ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടെന്ന് മറ്റൊരു വശത്തേക്ക് തന്നെ നോക്കി വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആ ഗേൾ ഫ്രണ്ട് അടുത്തേക്ക് വന്ന് മിണ്ടരുതെന്ന് പറഞ്ഞ് അവളെ പേടിപ്പിക്കുന്നു. അപ്പോൾ ലിസ് ചോദിക്കും, അല്ല നീ എവിടെ നിന്നാ വന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ഗേൾ ഫ്രണ്ട് പറയും, നീ എവിടെ നിന്നാണോ വന്നത് അവിടെ നിന്ന് തന്നെ, കുറേ ദൂരെ നിന്നും കഴിഞ്ഞ കാലത്ത് നിന്നും. അതുമല്ല നീ ശബ്ദം ഉണ്ടാക്കരുത്, കുട്ടികൾ എഴുന്നേൽക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും ലിസ് വേറെ എന്തോ ഒരു കാര്യം കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ലിസ് ഇപ്പോൾ വേറെ ഏതോ ഒരു സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നത് പോലെ. അപ്പോഴേക്ക് ഈ ഗേൾ ഫ്രണ്ട് പറയും, അതുകൊണ്ടാണ് ആ രണ്ട് കുട്ടികളും നിന്നെ അമ്മയായിട്ട് വിചാരിക്കുന്നത് എന്ന് പറയുന്നതും രണ്ട് കുട്ടികളിൽ ഒരാളിപ്പോൾ തോക്കെടുത്ത് എന്തോ ഷൂട്ട് ചെയ്യുന്നു. പെട്ടെന്ന് ലിസ് ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഇത്രയും നേരം കണ്ടത് സ്വപ്നമായിരുന്നു. കാരണം അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് ഇട്ടേക്കുന്നത്. അതുമല്ല അവളുടെ പാൻ്റ് എല്ലാം നനഞ്ഞിരിപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡേറ്റായി. അതുമല്ല ബെഡെല്ലാം ആ ഒരു കറയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ബേസ്മെന്റിലേക്ക് പോകണം. കാരണം ക്ലീൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ബേസ്മെന്റിലാണ് ഇരിക്കുന്നത്. അവിടേക്ക് ചെന്ന സാധനങ്ങളെല്ലാം എടുത്ത് മുകളിലേക്ക് പോകുമ്പോൾ അവളുടെ ഫോൺ മാത്രം ഈ ഒരു ബേസ്മെന്റിൽ അവൾ മറന്നു വെച്ചുപോയി. അങ്ങനെ മുകളിലേക്ക് വന്നിട്ട് അവൾ ആ ഒരു സോഫയെല്ലാം ക്ലീൻ ചെയ്യാണ്. ആ സമയത്താണ് ഡോറിന് വെളിയിൽ ആരും ഉള്ളതുപോലെ.
അങ്ങനെ നടന്ന് അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും വെളിയിൽ വേറെ ആരുമല്ല, ഡാരനാണ്. അപ്പോൾ ലിസ് ഡോർ ഓപ്പൺ ചെയ്യാതെ, അല്ല ഡാരൻ, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഡാരൻ പെട്ടെന്ന്, അല്ല എന്ത് വേണമെന്നോ? ഇത് ഞങ്ങളുടെ ഫാമിലി ഹൗസ് ആണ്, ഇതിനുള്ളിലേക്ക് വരാനായിട്ട് എനിക്ക് നിങ്ങളുടെ അനുവാദം വേണോ? ഏയ് അതുകൊണ്ടല്ല, മാൽക്കം വീട്ടിലില്ല. അവൻ എവിടെ പോയി? അവനെന്തോ അർജന്റ് കേസായിട്ട് സിറ്റിയിലേക്ക് പോയി. ഓക്കെ, അതെന്തോ ആവട്ടെ, നിങ്ങൾ ഡോർ തുറക്ക്, എനിക്ക് അകത്തേക്ക് വരണമെന്ന് പറയുമ്പോൾ, അല്ല ഡാരൻ, നിന്റെ ഗേൾഫ്രണ്ട് നിന്നോടൊപ്പം ഇല്ലേന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ മുഖമെല്ലാം മാറിയിട്ട് അവൻ ആ ഒരു ഗേൾഫ്രണ്ടിനെ പറ്റി സംസാരിക്കുന്നില്ല. എന്നിട്ട് പറയും, പ്ലീസ് ഡോർ തുറക്ക്, എനിക്ക് അകത്തേക്ക് വരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ വേറെ വഴിയില്ലാതെ ലിസ് ആ ഒരു ഡോർ അങ്ങ് തുറന്നു കൊടുക്കുന്നു. അപ്പോൾ ഡാരൻ പെട്ടെന്ന് അകത്തേക്ക് വന്നിട്ട്, അല്ല, ആ ഒരു കെയർ ടേക്കർ വെച്ച കേക്ക് നീ മുഴുവനായിട്ട് തിന്നു കഴിഞ്ഞു, അത് നല്ലതായിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, അതെ ഞാൻ കഴിച്ചു, നല്ലതായിരുന്നു. അല്ല, അത് കഴിച്ചതിന് ശേഷം നിനക്ക് എന്തെങ്കിലും ഉറക്കം വരുന്നത് പോലെ തോന്നിയെന്ന് ചോദിക്കുമ്പോൾ ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ലിസിന് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും ഡാരൻ വന്നിട്ട്, ഹേയ്, ഇത് നമ്മുടെ സ്കോച്ചാണ്, നമുക്കിത് കുടിച്ചാലോ എന്ന് ചോദിച്ച് അവളോട് കുടിക്കാനായിട്ട് ഇങ്ങനെ മുഖത്തിനടുത്തേക്ക് വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവനോട് വെളിയിലേക്ക് പോകാനായിട്ട് പറയാനായിട്ട് അവളെ കൊണ്ട് കഴിയത്തില്ല. അപ്പോൾ അവൾ പറയും, സോറി, ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് ബാത്റൂമിനകത്തേക്ക് കയറിയിട്ട്, ഓ ഇവൻ ഇനിയിപ്പോൾ പോകത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ആ ദേഷ്യത്തിൽ അവൾ നിൽക്കാണ്. ആ സമയത്താണ് ലിസ് മനസ്സിലാക്കുന്നത് അവളുടെ ഫോൺ ആ ബേസ്മെന്റിലെ അവൾ വെച്ചിട്ട് വന്നെന്നുള്ള കാര്യം. അങ്ങനെ ഇതാലോചിച്ചിട്ട് നമ്മുടെ ലിസ് ആ ഒരു ബാത്റൂമിൽ നിൽക്കുമ്പോൾ ഡാരനെ കാണിക്കുമ്പോഴത്തേക്ക് അവൻ എന്താ ചെയ്യുന്നതെന്നറിയോ? നേരെ കിച്ചണിലേക്ക് പോയിട്ട് അവിടെ നിന്നും ഒരു വലിയ കത്തി എടുക്കും. അതും എടുത്ത് നേരെ വരുന്നതോ നമ്മുടെ ലിസ്സുള്ള ആ ഒരു ബാത്റൂമിനടുത്തേക്ക്. ഇപ്പോൾ ഡാരൻ വരുന്ന ആ ഒരു ശബ്ദം നമ്മുടെ ലിസ്സിന് കേൾക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഡാരൻ അടുത്തേക്ക് നടന്നു വരുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ ഏതോ ഒരു മൃഗം വന്ന് ഡാരനെ പിടിച്ച് അവനെ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. എന്നിട്ട് അവന്റെ ശരീരം തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നതും അവിടെ നടന്നത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഡാരൻ മരിച്ചു. അത് കഴിഞ്ഞിട്ട് ലിസ് ഇപ്പോൾ പതിയെ ഡോർ തുറന്ന് വെളിയിലേക്ക് വന്ന് അവൾ നേരെ പോകുന്നത് ആ ഒരു ബേസ്മെന്റിലേക്ക്. ഓടി വന്നിട്ട് ഫോൺ എടുത്ത് പെട്ടെന്ന് തന്നെ മാൽക്കമിനെ വിളിക്കുമ്പോൾ അവ ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവനൊരു വോയിസ് മെസ്സേജാണ് അയക്കുന്നത്. ഹേ മാൽക്കം, നിന്റെ കസിൻ ഡാരൻ ദേ ഇവിടെ വീട്ടിലേക്ക് വന്നു. അതുമല്ല, ഞാൻ ബാത്റൂമിൽ നിൽക്കുമ്പോൾ വെളിയിൽ എന്തൊക്കെയും ശബ്ദം കേട്ടു. ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, നല്ല പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് നീ പെട്ടെന്ന് ഇവിടേക്ക് വരണമെന്ന് പറയുന്നതും ഈ മെസ്സേജ് അയച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും വീടിനകത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ മ്യൂസിക് ആരോ പ്ലേ ചെയ്തിട്ടുണ്ട്. അതുമല്ല, വീടിന്റെ മെയിൻ ഡോർ ഉണ്ടല്ലോ, അത് ലോക്ക് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ മാൽക്കമായിരിക്കും വന്നത് എന്ന് വിചാരിച്ച് ലിസ് നേരെ മുകളിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ മാൽക്കമില്ല. അതുമല്ല, ഡാരന്റെ ആ ഒരു മദ്യക്കുപ്പിയും അവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഡാരൻ എവിടെ പോയി എന്ന് അവൾക്ക് മനസ്സിലാവാതെ അടുത്തുള്ള ആ ഒരു സിങ്കിനടുത്തേക്ക് പോയി നിൽക്കുമ്പോൾ ആ സിങ്കിനുള്ളിൽ നിന്ന് വളരെ വിചിത്രമായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കുന്നു. അങ്ങനെ കുറെ നേരം ആ ഒരു സൗണ്ട് കേട്ടിട്ട് ഇപ്പൊ ആ ഒരു സൗണ്ട് നിൽക്കുന്നതും ലിസ് അതിനുള്ളിലേക്ക് കൈയിട്ട് നോക്കുമ്പോഴത്തേക്കാണ് ഡാരൻ ഇട്ടിരുന്ന ആ ഒരു വാച്ച് അതിനുള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ചേട്ടാ, ഇത്രയും വില കൂടിയ ഒരു വാച്ച് ഇവിടെ കളഞ്ഞിട്ട് അവൻ പോയതെന്താ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തിരിയുന്നതും അവളുടെ പിറകിലായിട്ട് തന്നെ ചെയറിലെ ഒരു സ്ത്രീ, അവരുടെ മുഖത്താണെങ്കിൽ ഒരു കവറിട്ട് മൂടിയേക്കുന്നു. ആ കവറിനുള്ളിൽ കുറെ ഈച്ചകളൊക്കെ ഉണ്ട്. എന്നിട്ട് അവർ കൈ കൊണ്ട് ഒരു ഹാർട്ടിന്റെ സിമ്പല് ലിസിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട് ലിസ് പേടിക്കുന്നതും പെട്ടെന്ന് ആ ഒരു രൂപത്തെ അവിടെ കാണാനില്ല. കാണിക്കുമ്പോഴത്തേക്കാണ് അവിടെയുള്ള ടേബിളിൽ പുതിയൊരു കേക്കിന്റെ ബോക്സ്, അതിൽ ഇതുപോലെ ഒരു ഹാർട്ടിന്റെ സിമ്പല് വരച്ചിട്ടുണ്ട്. ഇനി ഇതും ആ ഒരു കെയർ ടേക്കറാണോ? ലിസിനൊന്നും മനസ്സിലാവുന്നില്ല. ലിസിനിപ്പോൾ നല്ല പേടിയുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ക്യാബ് വിളിക്കുമ്പോഴത്തേക്കും അവരെന്തായാലും ഇവിടേക്ക് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ ഫ്രണ്ടിനെ വിളിക്കും. എന്നിട്ട് ഞാൻ നിനക്ക് ലൊക്കേഷൻ അയക്കാം, പെട്ടെന്ന് ഇവിടേക്ക് വന്ന് എന്നെ കൊണ്ടുപോകാൻ പറയുന്നതും സുഹൃത്ത് പറയും ഓക്കെ എന്ന് പറയുന്നതും പെട്ടെന്ന് കോൾ അങ്ങ് കട്ടായി പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ലിസിന്റെ പിറകിലായിട്ട് ഒരു രൂപമുണ്ട്. അതിന്റെ തലയാണെങ്കിലോ പതിയെ പതിയെ വലുതാവുന്നു. ആ തല മാത്രം നീണ്ട് നീണ്ട് മുകളിലേക്ക് പോയിട്ട് ഇപ്പൊ ആ ഒരു ഫ്രണ്ട് വീണ്ടും ഫോണിലൂടെ സംസാരിക്കുമ്പോഴത്തേക്കും അവൾ വേറൊരു കാര്യം പറയുന്നുണ്ട്, നീയാണ് അമ്മ എന്ന് പറഞ്ഞ് കോൾ അങ്ങ് കട്ടാവുമ്പോൾ ലിസിനിപ്പോൾ എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. എന്താണെന്ന് അറിയാൻ കഴിയാതെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വെളിയിൽ ഒരു കാർ വരുന്ന ശബ്ദം. എത്തി നോക്കുമ്പോൾ അത് മാൽക്കമിന്റെ കാറാണ്. ഓക്കെ, എന്തായാലും അവൻ വന്നു. അങ്ങനെ മാൽക്കം ഈ ക്യാബിനകത്തേക്ക് കയറുമ്പോൾ ലിസ് വിടുന്ന മാൽക്കമിനോട് പറയും, മാൽക്കം, വീടിനകത്ത് ഒരുപാട് പേരുണ്ട്, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോവാണെന്ന് പറയുമ്പോൾ എന്ത് വീടിനകത്ത് ഒരുപാട് പേരോ? അതെ, ഞാൻ നിന്നെ വിളിച്ചിരുന്നു, നീ എടുത്തില്ല. വോയിസ് മെസ്സേജ് അയച്ചു, അത് നീ കണ്ടില്ല. പിന്നെ നിന്റെ കസിൻ ഡാരൻ ഇവിടെ വന്നു, അവൻ എവിടെ പോയെന്ന് പോലും എനിക്കറിയത്തില്ല. അവന്റെ വാച്ച് സിംഗിളായിരുന്നു. പിന്നെ ഒരു ലേഡി തലയിൽ കവറിട്ട് വീടിനകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയോ ശബ്ദം കിട്ടി, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അധികം നേരം ഇവിടെ ഇരിക്കേണ്ട, നമുക്ക് എന്തായാലും പോവാന്ന് പറയുമ്പോൾ മാൽക്കം പറയും, ദേ ഇപ്പോഴാണ് ഡ്രൈവ് ചെയ്ത് ഇത്രയും ദൂരം ഇവിടെ വന്നത്, ഒരു അരമണിക്കൂറെങ്കിലും ഞാനൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് പോവാം. ലിസ് പറയും, ആദ്യം നീ വീട് നല്ലതുപോലെ പരിശോധിക്കും, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന്, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാമെന്ന് പറയുമ്പോൾ മാൽക്കം വീട് മുഴുവനായിട്ട് പരിശോധിക്കുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വേറെ ആരും കാണുന്നില്ല. എന്നിട്ട് പറയും, ഇവിടെ ആരുമില്ല. പിന്നെ ഞാൻ നിന്നെ വിട്ടിട്ട് പോയതുകൊണ്ട് നിനക്ക് നല്ല ദേഷ്യമുണ്ടെന്ന് അറിയാം. ദേ, നിനക്ക് വേണ്ടി ഞാൻ ഈ ഒരു വൈൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വൈൻ കൊടുക്കുമ്പോൾ അവളുടെ മനസ്സ് ചെറിയ രീതിയിൽ മാറുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോഴേക്കാണ് ലിസ് ചോദിക്കുന്നത്, അല്ല
നിങ്ങൾ കാണാൻ പോയ ആ ഒരു പേഷ്യന്റ് അവരെങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ പേഷ്യന്റിന്റെ പേര് പോർട്ട്നായി എന്നാണ്. അപ്പോൾ മാൽക്കം അല്ല ആരാ പോർട്ട്നായി എന്നിട്ടാണ് പെട്ടെന്ന് ഓ പേഷ്യന്റ് അല്ലേ, എന്തൊരു ഡോക്ടറാണല്ലേ, പേഷ്യന്റിന്റെ പേര് തന്നെ ഞാൻ മറന്നു പോന്നു, അവർ വളരെ സീരിയസ് ആയിരുന്നു, ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവർ മരിച്ചുപോയി എന്നും പറഞ്ഞിട്ട് മാൽക്കം ഒരു ഒന്നൊന്നര കള്ളം പറയുന്നതും ഇത് കേൾക്കുന്ന നമുക്ക് തന്നെ അത് കള്ളമാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ലിസും അത് കള്ളമാണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പോൾ ലിസ് വിചാരിക്കുന്നത് തന്റെ ഫ്രണ്ട് പറഞ്ഞതുപോലെ തന്നെ ഇവന് വേറെ ഭാര്യയും കുട്ടികളുണ്ടാവൂ എന്നുള്ള ആ ഒരു ചിന്തയിൽ അവൾ നേരെ ബാത്റൂമിനകത്തേക്ക് കയറിയിട്ട് ഡോർ അടയ്ക്കും. ഇപ്പൊ മാൽക്കം പുറകെ വന്നിട്ട് ആ ഒരു ഡോറിൽ തട്ടുന്നുണ്ട്. ലിസ് ഡോർ തുറക്ക് എന്ന് പറഞ്ഞേ. അപ്പോൾ ലിസ് പറയും മാൽക്കം സത്യം പറയും, നിനക്ക് വേറെ കല്യാണം കഴിഞ്ഞില്ലേ, നിന്റെ ഭാര്യയെ കാണാനല്ലേ നീ ഇപ്പോൾ പോയത്, എന്നോട് സത്യം പറയാൻ പറയുമ്പോൾ മാൽക്കം പറയും ഇല്ല ഞാൻ വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഞാൻ പറയുന്നത് കേൾക്ക് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും കറക്റ്റ് സമയത്ത് ബാത്റൂമിനകത്തൊരു ഫോട്ടോ ഇരിക്കുന്നു, മാൽക്കമും വേറൊരു സ്ത്രീയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീയാണ് നമ്മൾ സ്റ്റാർട്ടിങ് സീനിൽ കാണുന്നത്. അതുമല്ല ആ സ്ത്രീക്കും അതേപോലെ തന്നെ മാൽക്കമിനും 2 കുട്ടികളുമുണ്ട്. ഇതുകൂടി കാണുന്നത് ലിസ് പെട്ടെന്ന് ഡോർ തുറന്ന് ദേ ഈ ഫോട്ടോ ഉണ്ടോ, ഇതിന് നീ എന്ത് മറുപടിയാണ് പറയാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ മാൽക്കം പറയും ലിസ് അതൊക്കെ വിട്, അത് കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി. ലിസ് പറയും നീ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ പോകുന്നില്ല, എനിക്ക് ഇവിടെ നിന്ന് പോയേ മതിയാവൂ, അതുകൊണ്ട് എന്നെ പറഞ്ഞുവിടാൻ പറയുമ്പോൾ അവൻ പറയും പ്ലീസ് ലിസ് ഞാൻ പറയുന്നത് ഒരു നിമിഷം ഒന്ന് കേൾക്ക് എന്ന് പറയുമ്പോൾ അവൾ ഓക്കെ ശരി നീ പറയും, ലിസ് നീയാണ് എനിക്ക് പുതിയൊരു ജീവിതം തന്നത്, അതുകൊണ്ട് ഒരിക്കലും നീ എന്നെ വിട്ട് പോകരുത്, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നെല്ലാം മാൽക്കം പറയുമ്പോൾ ലിസ് പറയും ഇല്ല അതൊന്നും ഞാൻ കേൾക്കാൻ പോകുന്നില്ല, നീ നിന്റെ ഫാമിലിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കും, എന്നെ വിട്ടേക്കെന്ന് പറയുമ്പോൾ മാൽക്കം പറയും ഇല്ല ലിസ് ഞാൻ നിനക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരും, സത്യത്തിൽ നീ ആ ഒരു കേക്കിൽ നിന്നും ആ ഒരു പീസ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, പക്ഷെ നീ ആ ഒരു കേക്ക് മുഴുവനായിട്ട് കഴിച്ചു, നീ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളാണ്, അതുമല്ല നീ കാണുന്ന ആ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള രൂപങ്ങളില്ലേ അതെല്ലാം എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ അതിനെപ്പറ്റി കൂടുതൽ എനിക്കറിയത്തില്ല, പക്ഷെ അതിവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇത് കേൾക്കുന്നതും ലിസ് വെട്ടുന്നത് ഹേയ് മാൽക്കം നീ എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, കറക്റ്റായിട്ട് പറയാൻ പറയുമ്പോൾ അപ്പോഴാണ് മാൽക്കം എല്ലാ സത്യങ്ങളും പറയാൻ തുടങ്ങുന്നത്. 200 വർഷങ്ങൾക്ക് മുന്നേ ഞാനും എൻ്റെ സഹോദരനും ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഈ ഒരു കാട്ടിൽ ചുറ്റി നടക്കുമ്പോഴാണ് ഞങ്ങൾ ആ ഒരു കാര്യം കണ്ടത്, അതും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ, അവർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഈ ഒരു സ്ഥലത്തേക്ക് അനുവാദമില്ലാതെ കയറി വരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് വേറെ വഴിയില്ലാതെ ഞാൻ ആ സ്ത്രീയെ ഷൂട്ട് ചെയ്തു, അത് കഴിഞ്ഞ് ഞാനും എൻ്റെ സഹോദരനും ഈ ക്യാബിനുള്ളിലാണ് അവരെ പൂട്ടിയിട്ടത്. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ഞാനും അവനും ആ ലേഡിയെ പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവരുടെ വയറ്റിലുണ്ടായിരുന്ന ആ ഒരു കുഞ്ഞ് വെളിയിലേക്ക് വന്നിരുന്നു, പക്ഷെ അതൊരിക്കലും ഒരു മനുഷ്യക്കുഞ്ഞായിരുന്നില്ല, എന്തോ ഒരു പാമ്പിനെ പോലെ ഒരു കൊടൂര രൂപം. അത് കാരണം ഞാൻ എൻ്റെ സഹോദരനെ പേടിച്ച് ആ സ്ത്രീയെ കൊല്ലാൻ വേണ്ടി അവരുടെ തലയുടെ അടുത്തേക്ക് തോക്ക് കൊണ്ടുവച്ചു. പെട്ടെന്ന് അവർ കണ്ണു തുറന്നപ്പോൾ അവരുടെ 2 കണ്ണും കറുത്ത നിറത്തിലായിരുന്നു. അവിടെ വെച്ചാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അതൊരു സാധാരണ സ്ത്രീയല്ല, അവരൊരു മന്ത്രവാദിനിയാണെന്ന്. അതുമല്ല അവരുടെ മന്ത്രവാദത്തിൽ ഞാനും എൻ്റെ സഹോദരനെ പെട്ടുപോയി. പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്നറിയോ, എനിക്കും എൻ്റെ സഹോദരനും ഒരിക്കലും മരണമില്ല. അതിലൂടെ തന്നെ ഞങ്ങളുടെ ജോലി എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ആ മന്ത്രവാദി പ്രസവിച്ച ആ ഒരു കുഞ്ഞില്ലേ അതിനെ നോക്കുക എന്നുള്ളതാണ്. ഈ 200 വർഷമായിട്ട് ഞാൻ എൻ്റെ സഹോദരനെ നോക്കുന്ന അതിനെയാണ്. അതിനൊരിക്കലും ഇവിടെ നിന്ന് സിറ്റിയിലേക്ക് വരാൻ കഴിയത്തില്ല, അതുകൊണ്ട് അത് ഈ ക്യാബിലാണ് ജീവിക്കുന്നത്. അതുപോലെ അതിന് കഴിക്കാനായിട്ട് ആഹാരം വേണമല്ലോ, അതിനുവേണ്ടി ഞാനും എൻ്റെ സഹോദരനും സ്ത്രീകളെയായിട്ട് തിരഞ്ഞെടുത്ത് അവരെ ഡേറ്റ് ചെയ്ത് ഈ ക്യാബിലേക്ക് കൊണ്ടുവന്ന് ആ ജീവിക്ക് കഴിക്കാനായിട്ട് കൊടുക്കും. അതുപോലെയാണ് നിന്നെയും അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നെന്ന് പറയുന്നതും ലിസിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൾ പെട്ടെന്ന് ഹേ മാൽക്കം എന്നെ വെറുതെ വിട് പ്ലീസ്, ഞാൻ നിന്നോടൊന്നും ചെയ്തില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവൻ പറയും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇനി കുറച്ചു നേരം മാത്രമേ നിനക്ക് ജീവിച്ചിരിക്കാൻ സമയമുള്ളൂ, അതുവരെ നല്ല സന്തോഷമായിട്ടിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ ലിസ് പെട്ടെന്ന് എഴുന്നേറ്റ് ഇവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ആ ഒരു ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിനകത്തുള്ള ആ ഒരു ജീവി അതിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് ഈ ഒരു ഡോർ എല്ലാം ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ലിസ് ഇപ്പോഴും ഡോർ തുറക്കാൻ ശ്രമിക്കുകയാണ്. ഇനിയിപ്പോൾ ഫോൺ എടുത്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ചാർജ് ഇല്ല, അത് ഓഫായിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ പിറകെ ആ ഒരു ക്രീച്ചർ വരുന്നത്. അങ്ങനെ ചുമരിലൂടെ പിടിച്ചിട്ട് നേരെ സീലിങ്ങിന് മുകളിലേക്ക് കയറുന്നു. അതുമല്ല ലിസിന്റെ ആ ഒരു ഫോണിലാണെങ്കിലോ എന്തോ ഒരു ലിക്വിഡും താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ ലിസ് എന്താ ചെയ്യുന്ന വെച്ചാൽ അടുത്തുള്ള ആ ഒരു ജനാല തുറന്ന് വെളിയിലേക്ക് പോകാന്ന് പറഞ്ഞ് തല വെളിയിലേക്ക് ഇടുമ്പോൾ റൂഫിലായിട്ട് 3 തലകളിങ്ങനെ നിൽക്കാണ്, അതും ആ ഒരു ക്രിയേച്ചറിന്റെ തന്നെയാണ്. അങ്ങനെ ഇത് കണ്ട് പേടിച്ചിട്ട് ലിസിന്റെ പിടിവിട്ട് അവൾ നേരെ വീഴുന്നതോ താഴേക്ക്, അതും വെള്ളത്തിലേക്ക്. അങ്ങനെ വെള്ളത്തിൽ വീഴുമ്പോഴത്തേക്കാണ് അവൾ ചില കാര്യങ്ങൾ വീണ്ടും കാണുന്നത്. അവൾ ആ ഒരു റിവറിൽ നിന്നും ഒരു നെക്ലസ് എടുത്തിരുന്നല്ലോ, അതുപോലെ അതിനകത്താണെങ്കിൽ ഒരു സ്ത്രീയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, അത് നമ്മുടെ ലിസിനെ പോലെയുള്ള ആ ഒരു മന്ത്രവാദിനിയാണ്. കാരണം 200 വർഷങ്ങൾക്ക് മുന്നേ മാൽക്കമും അവന്റെ സഹോദരൻ ഡാരനും കൊന്നത് ലിസിനെ പോലെ തന്നെയുള്ള ആ ഒരു മന്ത്രവാദിനിയായിരുന്നു. എന്താന്ന് വെച്ചാൽ ആ ഒരു ക്രേച്ചറിന്റെ അമ്മ. അതുകൊണ്ടാണ് ലിസും ഇടയ്ക്കിടയ്ക്ക് ആ ഒരു അമ്മയാണെന്നുള്ള രീതിയിൽ അത് പല ഹിന്റുകളും കൊടുക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മാൽക്കമിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ ലിസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ബോക്സിലാക്കി ഒരിടത്തേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ അതേപോലെ തന്നെ ഒരുപാട് ബോക്സുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ 200 വർഷമായിട്ട് ഇവൻ ഇവിടേക്ക് ഇത്രയും സ്ത്രീകളെ കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പോൾ ലിസ് മരിച്ചുപോയെന്ന് വിചാരിച്ചിട്ടാണ് അവളുടെ ആ ഒരു ബോക്സ് അവിടെ കൊണ്ടുവയ്ക്കുന്നത്. എന്നിട്ട് അടുത്ത പെണ്ണിനെ കണ്ടുപിടിക്കാനുള്ള കാര്യം അവൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെയാണ് മറ്റൊരു കാര്യം, നമ്മുടെ ലിസ് ഇതുവരെ മരിച്ചിട്ടില്ല. അവളിപ്പോൾ ആ ഒരു ബേസ്മെന്റിൽ നിന്ന് കണ്ണു തുറക്കുന്നു. പെട്ടെന്നാണ് അവിടെയുള്ള ഒരു രൂപം അതിന്റെ പവർ കൊണ്ട് അവിടെയുള്ള മെഴുകുതിരി കത്തിയാണ്. എന്നിട്ട് തിരിഞ്ഞ് നമ്മുടെ ലിസിനെ നോക്കുന്നതും ഇതായിരുന്നു ആ ഒരു ക്രീച്ചർ. അതിന്റെ മുഖം കാണുമ്പോൾ തന്നെ ദേ ഇതുപോലെ ഇരിക്കുകയാണ്. വായിൽ നിന്നെല്ലാം എന്തോ ലിക്വിഡെല്ലാം താഴേക്ക് വീഴുന്നുണ്ട്. എന്നിട്ട് ലിസിനെ നോക്കി വാ തുറന്നൊരു പ്രത്യേക രീതിയിൽ കരയുന്നുണ്ട്. അതേ സമയം മറ്റൊരു ക്രീച്ചർ ഇതിന് താഴേക്ക് ഇറങ്ങി വരുന്നു. അതെന്താ ചെയ്യുന്നത് വെച്ചാല് ഒരു തേൻ കുപ്പിയുണ്ട്, അതിനുള്ളിൽ നിന്നും ഒരു തല വെളിയിലേക്ക് എടുക്കാണ്. അത് ആരുടെ തലയാണെന്ന് വെച്ചാല് 200 വർഷങ്ങൾക്ക് മുന്നേ ലിസിനെ പോലെ ഉണ്ടായിരുന്ന ആ ഒരു മന്ത്രവാദിനി ഉണ്ടല്ലോ, ഈ ക്രിയേച്ചറിന്റെ എല്ലാം അമ്മ, അവരുടെ തലയായിരുന്നു. അത് ഇത്രയും കാലം അത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു. അതുമല്ല, ഈ ഒരു വീട്ടിലെ കെയർ ടേക്കർ ഈ ഒരു ക്രിയേച്ചറുകളാണ്. ആ ഒരു വ്യത്യാസമായിട്ടുള്ള മനുഷ്യ മാംസം വെച്ച ആ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് ഈ ഒരു ക്രിയേച്ചറുകളാണ്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ക്രിയേച്ചർ അവിടേക്ക് വരുന്നുണ്ട്, തലയിൽ ഒരു കവർ ഇട്ടത്. അപ്പൊ ഇതിനെ നമ്മൾ ഇതിന് മുന്നിലുള്ള ഒരു സീനിൽ കണ്ടിരുന്നു. അപ്പോൾ സത്യത്തിൽ അതൊരിക്കലും തോന്നലല്ലായിരുന്നു, അത് ശരിക്കും റിയൽ ആയിരുന്നു. ഇപ്പോൾ ലിസ് അതിനോട് ചോദിക്കും, നീ ആരാന്ന് ചോദിക്കുമ്പോൾ അത് പതിയെ അതിന് തലയിലുള്ള ഒരു കവർ എടുത്ത് മാറ്റും. ഇവിടെയാണ് ഒരു കൊടൂരായിട്ടുള്ള കാര്യം. മാൽക്കമും ഡാരനും ഒരുപാട് പെൺകുട്ടികൾ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നല്ലോ, അവരുടെ എല്ലാവരുടെയും തല ഈ ഒരു ക്രിയേച്ചർ എടുത്ത് അതിന്റെ തലയായിട്ട് ചേർത്ത് ഒരു പ്രത്യേക രൂപം ഉണ്ടാക്കി വെച്ചേക്കാണ്. അതുമല്ല, ഈ എത്രയും പെൺകുട്ടികളുടെ ശബ്ദത്തിൽ അത് പ്രത്യേക രീതിയിൽ കരയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങുന്നതും ഇവിടെ ഈ ഒരു ക്രിയേച്ചർ മാത്രമല്ല, ഒരുപാട് ക്രിയേച്ചറുകളുണ്ട്. അതെല്ലാം താഴേക്ക് ഇറങ്ങി വരുന്നു. വേറൊന്നല്ല, സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത് ഒരു ഒറ്റ ക്രിയേച്ചർ മാത്രമാണ്. ഈ 200 വർഷത്തിലെ ഇത്രയും ക്രിയേച്ചറുകൾക്ക് അത് ജന്മം കൊടുത്തതാണ്. അതിന്റെ കുട്ടികളാണ് ബാക്കിയെല്ലാം. അങ്ങനെ ഈ ക്രിയേച്ചറുകളെല്ലാം പതിയെ നമ്മുടെ ലിസിനടുത്തേക്ക് വന്ന് അതിന്റെ അമ്മയായിട്ട് കാണുന്നത് നമ്മുടെ ലിസിനെയാണ്. ഇത് മനസ്സിലാക്കിയ ലിസിനാണെങ്കിലോ വേറെ വഴിയില്ല, ഇത് അംഗീകരിച്ച് കൊടുത്തേ മതിയാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിസും അവർ ചിരിക്കുന്നത് പോലെ തന്നെ ചിരിക്കുകയാണ്. എല്ലാ ക്രിയേച്ചറുകളും ആ ഒരു സന്തോഷം കാരണം അവരും അതുപോലെ ചിരിക്കുന്നു. അപ്പൊ ഈ ശബ്ദമെല്ലാം മുകളിലുള്ള മാൽക്കമും കേൾക്കുന്നുണ്ട്. ഇപ്പൊ മാൽക്കം വിചാരിക്കും ലിസിനെ ആ ഒരു ക്രിയേച്ചറുകളെല്ലാം തിന്നു കാണുമെന്ന്. അങ്ങനെ അവൻ മദ്യമെല്ലാം കഴിച്ചിട്ട് ഇപ്പോൾ സാധാരണ രീതിയിലേക്ക് കിടന്ന് ഉറങ്ങുന്നതും ഇപ്പോൾ പതിയെ പതിയെ അവന്റെ ശരീരം മാറാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അവന്റെ ശബ്ദമെല്ലാം മാറുന്നു, ചുമയ്ക്കുന്നു, ശരീരമെല്ലാം ചുളുങ്ങുന്നത് പോലെ. എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെയും ആ ഒരു ക്രീച്ചർ വന്നിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് വന്ന് മാൽക്കമിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പൊ അടുത്ത ദിവസം മാൽക്കമിനെ കാണിക്കുകയാണ്. എന്താ ഒരു വയസ്സിനെ കാണിക്കുന്നതെന്നല്ലേ, ഇത് തന്നെയാണ് മാൽക്കം. ഇപ്പൊ കാടിനുള്ളിൽ അവനെ തലകീഴായിട്ട് കെട്ടിയിട്ടേക്കുന്നു. ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 200 വർഷമായിട്ട് ഈ ഒരു ക്രിയേച്ചറിനെ ഇവനെ ആവശ്യമായിരുന്നു. കാരണം മറ്റുള്ള മനുഷ്യരെ ഇവിടെ കൊണ്ടുവരാനും അവരെ സംരക്ഷിക്കാനും. അതുകൊണ്ടാണ് ഈ 200 വർഷമായിട്ട് അവരെ ചെറുപ്പക്കാരനായിട്ട് തന്നെ ആ ഒരു ക്രിയേച്ചർ അതിന്റെ ശക്തി ഉപയോഗിച്ച് നിർത്തിയിരുന്നത്. പക്ഷെ ഇനി ഒരിക്കലും മാൽക്കമിന്റെ ആവശ്യം അതിനില്ല. കാരണം അവരുടെ അമ്മയെ തിരിച്ചു കൊണ്ടുവന്നു. അതുപോലെ ശരീരമുള്ള ഹീറോയിനെ അവര് തെരഞ്ഞെടുത്ത് അവരുടെ അമ്മയാക്കി. ഇപ്പൊ തന്നെ രക്ഷിക്കാൻ പറഞ്ഞിട്ട് ശബ്ദം ഉണ്ടാക്കാൻ പോലും അവനെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ലിസ് അവന്റെ മുന്നിലേക്ക് നടന്നു വരുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ ലിസ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ആ ഒരു ക്രിയേച്ചറുകളുടെ അമ്മയായിട്ട് മാറിയിട്ടുണ്ട്. എന്നിട്ട് കയ്യിലാണെങ്കിലോ അവരുണ്ടാക്കിയ ആ ഒരു കേക്കും ഉണ്ട്. അപ്പോൾ മാൽക്കം, ഹേ ലിസ്, നീ എന്നെ രക്ഷിക്ക്, ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നെല്ലാം പറയുമ്പോൾ അവര് പറയും, ഓ, എല്ലാ പെൺകുട്ടികളോടും നീ ഇതേ കാര്യം തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ ആ ഒരു കേക്ക് അവന് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവൻ കഴിക്കുന്നില്ല. എന്നിരുന്നാലും തള്ളി തള്ളി അവന്റെ വായിനുള്ളിലേക്ക് വെക്കുന്നതും അവനത് കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാല് ഒരു വലിയ തേൻ ഭരണിയുണ്ട്, അതിനുള്ളിലേക്ക് അവന്റെ തല ജീവനോട് തന്നെ താഴ്ത്തിയങ്ങ് വെക്കുന്നതും അവന്റെ ശ്വാസം മുട്ടി അവൻ അവിടെ വെച്ച് മരിക്കുന്നു. അപ്പൊ ഇനി ആ ഒരു ക്രിയേച്ചറുകൾക്ക് മാൽക്കമിനെ ആവശ്യമില്ല, ഡാരനെ ആവശ്യമില്ല. കാരണം അവർക്ക് അവരുടെ അമ്മയെ കിട്ടിയിട്ടുണ്ട്. അവരിനി ആ കുട്ടികളെ നോക്കും. അതുകൊണ്ടാണ് ഇവരെ രണ്ടുപേരെ കൊന്നത്. അപ്പൊ 200 വർഷങ്ങൾക്ക് മുന്നേ ഇവരുടെ കൈകൊണ്ട് മരിച്ച ആ മന്ത്രവാദിനി വീണ്ടും 200 വർഷങ്ങൾക്ക് ശേഷം പുനർജന്മം എടുത്ത് ലിസായിട്ട് മാറി ഇവിടേക്ക് വന്ന് വീണ്ടും തന്റെ കുട്ടികളെ സംരക്ഷിക്കാൻ തുടങ്ങാണ്. അപ്പൊ ഇതിനുശേഷം ആ ഒരു ക്രിയേച്ചറുകൾക്ക് വേണ്ടിയിട്ട് മാൽക്കം ചെയ്ത അതേ കാര്യം ലിസ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നും കാണിച്ചുകൊണ്ട് കീപ്പർ എന്ന് പറഞ്ഞ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.